സഖാവാൻ ആ വാഹനത്തിൻ്റെ പുറത്ത് മാഷാ അല്ലാ എന്ന് എഴുതി പതിച്ചത് എന്തിനാണ്? അത് സൃഷ്ടിക്കുന്ന കലാപത്തിൻ്റെ വിത്ത്, അത്രയും വലിയ കലാപ വിത്ത് ആരെങ്കിലും ഈ കേരളത്തിൽ പാകിയിട്ടുണ്ടോ? നമ്മൾ നാദാപുരം കലാപം കണ്ടതാണല്ലോ. ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിരുന്നു. ആ സന്ദർഭത്തിൽ നാദാപുരം കലാപത്തിൽ എന്താണ് CPM ചെയ്തത്? ഒരു കലാപം കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ. ഒരു വധക്കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് ഉണ്ടായത്. എങ്കിലും അതിൻ്റെ പരിഹാര നിയമം കയ്യിലെടുക്കലാണോ? 2012 TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടത് 52 വെട്ടിയിട്ട് അദ്ദേഹം വധിക്കപ്പെട്ടല്ലോ. ആ വധിക്കപ്പെട്ടതിന് ശേഷം സ്വന്തം സഖാവാൻ ആ വാഹനത്തിൻ്റെ പുറത്ത് മാഷാ അല്ലാ എന്ന് എഴുതി പതിച്ചത് എന്തിനാണ്? അത് സൃഷ്ടിക്കുന്ന കലാപത്തിൻ്റെ വിത്ത്, അത്രയും വലിയ കലാപ വിത്ത് ആരെങ്കിലും ഈ കേരളത്തിൽ പാകിയിട്ടുണ്ടോ? ഇടതുപക്ഷത്തിൻ്റെ പഴയ ശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ സമീപനത്തെ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഇടതുപക്ഷത്തിന് സംഭവിക്കുന്ന ഈ അപഭ്രംശം, ഈ വ്യതിചലനം എന്തുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടാത്തത്? കലാപമാണ് എങ്കിൽ കലാപത്തിന് കോപ്പ് കൂട്ടിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നിയമം കയ്യിലെടുക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ആരായാലും പാടില്ല എന്നല്ലേ. ഇവിടെ ഒരുപാട് കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെയും രക്തത്തിൻ്റെ കറപുരണ്ട, അതിനുവേണ്ടി കൊട്ടേഷൻ സംഘത്തെ വളർത്തിയ, അത്തരത്തിലുള്ള കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സുഖവാസ സൗകര്യം ഒരുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നുവരെ ഏതെങ്കിലും ഒരു അപര സമൂഹത്തിൽപ്പെട്ടതോ സമുദായത്തിൽപ്പെട്ടതോ സ്വന്തം സമുദായത്തിൽപ്പെട്ടതോ ആയ ആളുകളുടെ രക്തത്തിൻ്റെ കറപുരളാത്ത, എവിടെയെങ്കിലും ധ്രുവീകരണ പ്രക്രിയയിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പേര് പോലും പരാമർശിക്കാത്ത, ജനാധിപത്യപരമായും നിയമാനുസൃതമായും സഹവർത്തിത്വത്തോടെയും സാഹോദര്യത്തോടെയും ബഹുസ്വര സമൂഹവുമായി ഇണക്കിച്ചേർക്കുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങളും പദ്ധതികളും നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ വളരെ നിരുത്തരവാദപരമായി എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക? ഗവൺമെൻറ് ആണല്ലോ, ഇവരാണല്ലോ ഭരിക്കുന്നത്, അവർക്ക് കേസെടുക്കാമല്ലോ. ഒരു കേസ് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കൊലക്കുറ്റത്തിൽ, ഞാൻ പറയുന്നത് ഇത് വളരെ അപകടകരമായ നീക്കമാണ് CPM ചെയ്യുന്നത്. പഞ്ചായത്ത് ഇലക്ഷന് ശേഷം അതിൻ്റെ പ്രബുദ്ധ കേരളം കൊടുത്തിരിക്കുന്ന മെസ്സേജിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് CPM തിരുത്താൻ സന്നദ്ധമാകുകയാണ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ CPM പരാജയപ്പെടുന്നു എന്നുള്ളതല്ല ഇതിൽ കാണുന്ന അപകടം, കേരളം പരാജയപ്പെടും എന്നുള്ളതാണ്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കേരളം. ഈ രാഷ്ട്രീയം അഥവാ ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കി ഹൈന്ദവ വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ ഉറപ്പുവരുത്തി അതിന് പറ്റുന്ന രീതിയിൽ സാമുദായിക നേതാക്കന്മാരെ കയറൂരി വിട്ട് വിഷം ചീറ്റുന്ന പ്രഭാഷണങ്ങൾ നടത്തി കേരളത്തെ വർഗീയമായി വളരെ മോശമായൊരു കാലാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഈ സമീപനം ഇടതുപക്ഷത്തോടുള്ള ഗുണകാംക്ഷ മാത്രമല്ല, കേരളത്തോടുള്ള ഗുണകാംക്ഷ കൊണ്ടുകൂടിയാണ് പറയുന്നത്. ഇത് ഇടതുപക്ഷത്തിൻ്റെ പരാജയം മാത്രമല്ല, കേരളം നാളേറെയായി കാത്തു സൂക്ഷിക്കുന്ന സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടാക്കുന്ന അപകടകരമായ നീക്കമാണ്. അതിൽ നിന്ന് ഇടതുപക്ഷം പിന്തിരിയണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 2011 വരെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷൻ വിഷയത്തിൽ ഇടപെടുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു വരാറുണ്ടായിരുന്നത്. 2016 ശേഷം സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രസ്ഥാനം മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ മുൻകൈയെടുത്തുകൊണ്ട് ഒരു സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടു വന്നു. അത് രൂപപ്പെട്ടു വന്നതിന് ശേഷം ഇലക്ഷൻ വിഷയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഇടപെടുകയോ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യാറില്ല, ചെയ്തിട്ടുമില്ല. ആ ഇലക്ഷൻ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടുമില്ല, അതുപോലെ തന്നെ ഇടപെടുകയോ ചെയ്താത്ത ജമാഅത്തെ ഇസ്ലാമിയാണ് ഇലക്ഷനിലെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ചർച്ചയ്ക്ക് വെച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം.